ओम नमो भैरवाय सर्वब्रह्मांड सर्वग्रह सर्वाकाश गंगा सर्वभूत मंडल प्रेत मंडल पिशाच मंडल डाकिनी मंडल शाकिनी मंडल हाकिनी मंडल यमराज मंडल इंद्र मंडल अग्नि मंडल वायुमंडल ഭൂമി മണ്ഡല ആകാശ മണ്ഡല നവഗ്രഹ മണ്ഡല 1199 കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാജയോഗത്താൽ സകല തടസ്സവും മാറി എല്ലാവിധ അഭിവൃദ്ധിയും വന്നു ചേരുന്ന 13 നക്ഷത്രജാതകരുണ്ട്. ഈ 13 നക്ഷത്രജാതകർക്ക് കർക്കിടക മാസം കെങ്കേമമാണ്. ദുഃഖങ്ങൾ ഒഴിയുന്ന മാസം, ദുരിതങ്ങൾ അവസാനിക്കുന്ന മാസം, ധാരാളം ധനം വന്നു ചേരുന്ന സമയം, ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. ഈ കർക്കിടക മാസം ഈ 13 നക്ഷത്രജാതകർക്ക് അങ്ങനെ തന്നെയാകും. കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. 27 നക്ഷത്രജാതകർക്കും ഈ കർക്കിടക മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിൽ 13 നക്ഷത്രജാതകർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയമാണ്. രാശിചക്രത്തിലെ ആദ്യ രാശി മേടമാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ഇങ്ങനെ ആ ക്രമം. അതായത് 4-ാമിടമാണ് കർക്കിടകം. ഭാവാധിഷ്ഠിതമായി പറഞ്ഞാൽ 4-ാം ഭാവം രാശിചക്രത്തിലെ മാതൃഭാവമാണ്. അങ്ങനെയുള്ള കർക്കിടകൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസക്കാലം നമ്മുടെ പൂർവ്വ പരമ്പരയ്ക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ്. ഈ വർഷത്തെ കർക്കിടക മാസം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് കെങ്കേമമാകുന്ന സകലവിധ അഭിവൃദ്ധിയിലും എത്തുന്ന 13 നക്ഷത്രജാതകർ. ഇവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നു, സന്തോഷം ഒത്തിരി അനുഭവിക്കാൻ കഴിയുന്നു, കടങ്ങൾ ഒക്കെ മാറിക്കിട്ടുന്നു. 13 നാളുകാർക്കാണ് ഈ രാജയോഗം വന്നു ചേരാൻ പോകുന്നത്. എല്ലാ നക്ഷത്രജാതകരും ക്ഷേത്രദർശനം നടത്തണം. ഈ ഒരു മാസക്കാലം അശുദ്ധ വസ്തുക്കളിൽ സ്പർശിക്കാതെയും സ്പർശിക്കാതെയും അമ്പലത്തിലൊക്കെ പോകണം. പോയി അവിടെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ നക്ഷത്രജാതകരെ, ഭാഗ്യമേറെയുള്ള ആ 13 നക്ഷത്രജാതകരെ കൂടി നമ്മൾ ഈ സമ്പൂർണ്ണ ഫലത്തിൽ പറയും. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. വളരെ അനുകൂലമായ സമയമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. വിദേശ യോഗമുണ്ട്. പ്രതീക്ഷിച്ച കാര്യം നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. കോപം നിയന്ത്രിക്കുക. തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്നും പിന്മാറരുത്. രാജയോഗ സമയമാണ്. സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും പങ്കാളിഭാഗ്യവും ഒക്കെ വന്നു ചേരും. ഭരണിക്കിത് നല്ല സമയമാണ്. രാജയോഗത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറപ്പായും നടക്കും. ധനപരമായി നേട്ടമുണ്ടാക്കും. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു സ്ഥാനം ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അമ്മേ ഭഗവതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാനും മറക്കേണ്ട. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. പിണങ്ങി നിന്ന സുഹൃത്തുക്കളും അത് മറ്റാരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി തേടി വരും. കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഗുണകരമായ അവസ്ഥ തന്നെയാണ് രോഹിണിക്ക്. രോഹിണിക്കിത് രാജയോഗത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. കുശാഗ്ര ബുദ്ധിയില്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്ന ഒരു നക്ഷത്രമാണ് മകയിരം. ഇനി ഭാഗ്യമാണ്. രാജയോഗമാണ് മകയിര നക്ഷത്രജാതകർക്ക്. എല്ലാ സമൃദ്ധിയും എല്ലാ ഉയർച്ചയും ധാരാളം ധനവും വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് കൂടുതലും അഭിവൃദ്ധി ഉണ്ടാകുക. ധനസ്ഥിതി ഈ ഒരു മാസക്കാലം വർദ്ധിക്കും. നല്ലതാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും. പുണർത്തത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. കടബാധ്യതകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. പൂയത്തിന് സമയദോഷമൊന്നുമില്ല, നല്ല രീതിയിൽ വരും.
അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകർക്ക് സംശയബുദ്ധി അല്പം കൂടുതലാണ്. അത് അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഒത്തിരി ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രം മകമാണ്. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക. ലക്ഷ്യം നേടും. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക. മകത്തിനിത് ഭാഗ്യസമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. ചതിവുകൾ സംഭവിക്കാനിടയുണ്ട്. വളരെ വലിയ സുഖങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്തര നക്ഷത്ര ജാതകർക്ക് രാജയോഗ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക. വിജയം ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. തൊട്ടടുത്ത നക്ഷത്രം ചോതിയാണ്. രാജയോഗ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ചോദ്യമെത്തുന്നു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോകുക. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക. വിദേശയാത്രയൊക്കെ നടക്കുന്ന സമയമാണ്. ഒത്തിരി ഉയർച്ച, ഒത്തിരി ഭാഗ്യം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. നേരായ മാർഗത്തിലല്ലാത്ത ധനസമ്പാദനം അല്പം കരുതലോടെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ കാണുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ധനപരമായി നേട്ടമുണ്ടാക്കും. രാജയോഗ സമയമാണ്. വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകും. രാജയോഗമാണ്. മൂലം നക്ഷത്ര ജാതകർക്കും രാജയോഗ സമയമാണ്. ആഗ്രഹിക്കുന്ന സ്നേഹവുമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത കുറവാണ്. ചെയ്യാത്ത കുറ്റത്തിന് പഴികിട്ടേണ്ട സാഹചര്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരാണമാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. പണം ചുരുക്കി ചെലവഴിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല. പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, തൊഴിൽ മേഖലയിൽ നഷ്ടം, വിവാഹകാര്യത്തിൽ തടസ്സം, ആരെ പൂർണ്ണമായി വിശ്വസിച്ചോ അവരിൽ നിന്നുമൊക്കെ വഞ്ചന, സാമ്പത്തിക പ്രശ്നം, വളരെ വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് കരുതിയിരിക്കും. ശരിയാകുന്നുമില്ല. ഉത്തമമായ കാലഘട്ടമാണ്. പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത രാജയോഗമാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമുണ്ടാകും. ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം ചതയം. അസൂയ കൂടുതലുള്ള സ്വഭാവം നിയന്ത്രിക്കുക. ധനപരമായ നേട്ടമുണ്ടാക്കും. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക. ധനപരമായ നേട്ടമുണ്ടാകും. പണം ധാരാളം വന്നു ചേരും. ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തത ആയ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. ഗൃഹം വാങ്ങുവാൻ അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം വയ്ക്കുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും. ഒരു ഇറക്കത്തിന് ഒരു കയറ്റമെന്ന പോലെ ജീവിതത്തിൽ ഇവർക്കിനി ഉയർച്ചയാണ്. രാജയോഗ സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. ധനപരമായ നേട്ടം ഉണ്ടാക്കും. ജോലിക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും. കുഴപ്പമൊന്നുമില്ല. നല്ല വരുമാനമുണ്ടാകും. നല്ല ഭാവി ഉണ്ടാകും. നല്ല ജോലി ലഭിക്കും. ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.